ഇന്ന് നമുക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ അവരുടെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നും അവരുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മോഡിഫൈ ചെയ്യണമെന്ന് പരിശോധിക്കാം. ഇതിനായി ആദ്യമായിട്ട് അറിയേണ്ടത് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, അബ്സോർപ്ഷൻ, കൺവേർഷൻ ആൻഡ് ആക്ടിവേഷൻ നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് സെലീനിയം. സെലീനിയത്തിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൽ T4 എന്ന ഇനാക്റ്റീവ് ഹോർമോൺ T3 ആയ ആക്റ്റീവ് ഹോർമോണായി കൺവേർട്ട് ചെയ്യപ്പെടണം. ആ കൺവേർഷൻ നടക്കണമെങ്കിൽ സെലീനിയം കൂടിയേ തീരും. അതേപോലെ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറക്കാനും സെലീനിയം അത്യാവശ്യമാണ്. ഇതിനായി നാം ഡയറ്റിൽ നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ നട്ട്സ് ആൻഡ് സീഡ്സ് ഇതിന് സഹായകമാവുമെങ്കിലും ബ്രസീൽ നട്ട്, പവർ ഹൗസായിട്ട് അറിയപ്പെടുന്ന ബ്രസീൽ നട്ടാണ് ഇതിൽ മുഖ്യം. 2 ബ്രസീൽ നട്ട് ദിവസവും കഴിക്കുക. കുതിർത്ത ചിയ സീഡ്, വാൾനട്ട്, ആൽമണ്ട്സ് മിതമായ അളവിൽ നിത്യവും കഴിക്കുക. 2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, പിസ്ത എന്നിവ നിത്യവും കഴിക്കുക. അതേപോലെ മുട്ടയിലും ഓർഗൻ മീറ്റുകളിലും സെലീനിയം ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ് അയേൺ ആണ്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഫങ്ഷൻ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ അയേൺ കൂടിയേ തീരും. നമ്മുടെ ഡയറ്റിൽ അയേൺ ഇൻക്ലൂഡ് ചെയ്യുന്നതിനായി 2 ഡേറ്റ്സ്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് കറുത്ത എള്ള് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്തത്, കറുത്ത മുന്തിരി 20 എണ്ണം, മുരിങ്ങയില ഇവ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഇതിൻ്റെ കൂടെ കഴിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കൂ. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ സിട്രസ് കോമ്പണൻസ് അടങ്ങിയ നാരങ്ങ, ചെറുനാരങ്ങ, മുസമ്പി, പേരക്ക, നെല്ലിക്ക, ടൊമാറ്റോ, ക്യാപ്സിക്കം എന്നിവ ഉൾപ്പെടുത്താം. അടുത്തത് മുട്ട. ഒരു സമ്പൂർണ്ണ ആഹാരമായി അറിയപ്പെടുന്ന മുട്ട നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഫങ്ഷൻസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ സഹായിക്കാറുണ്ട്. അടുത്ത എലിമെൻറ്റ് അയഡിൻ ആണ്. അയഡിൻ എന്ന എലിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതിനായി നാം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഡയറ്റിൽ സീ ഫുഡ്, മുട്ട, തൈര് ഉൾപ്പെടുത്തുക. ഇനി അയഡൈസ്ഡ് ഉപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾ അവർ നോർമൽ സോൾട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കരുത്. നേരെ മറിച്ച് ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹാഷ്മോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളവർ 2 സോൾട്ടും, അതായത് നോർമൽ സോൾട്ടും അയഡൈസ്ഡ് സോൾട്ടും ഇൻ്റർമിങ്കിൾഡ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഉപയോഗിക്കാം, അതും മോഡറേറ്റ് എമൗണ്ട്സിൽ. അടുത്ത എലിമെൻറ്റ് മെഗ്നീഷ്യമാണ്. T4 to T3 കൺവേർഷൻ നടക്കണമെങ്കിൽ മെഗ്നീഷ്യം കൂടിയേ തീരൂ. ഇതിനായി നട്ട്സ് ആൻഡ് സീഡ്സ്, സ്പിനച്ച് അഥവാ പാലക് ചീര, പീനട്ട് ബട്ടർ, പൊട്ടറ്റോ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത എലിമെൻറ്റ് സിങ്ക് ആണ്. തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷന് സിങ്ക് കൂടിയേ തീരൂ. ഇതിനായി നാം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പംകിൻ സീഡ്സ് ആണ്. ധാരാളം ക്വാണ്ടിറ്റി ഓഫ് സിങ്ക് പംകിൻ സീഡ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എല്ലാതരം നട്ട്സിലും സിങ്ക് ഉണ്ട്. ഡയറി പ്രോഡക്ട്സ്, ബീൻസ്, റെഡ് മീറ്റിലും സിങ്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്ത എലിമെൻറ്റ് വൈറ്റമിൻ ഡി ആണ്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് അബ്സോർപ്ഷനും അതേപോലെ പ്രതിരോധ ശക്തി വളരാനും വൈറ്റമിൻ ഡി കൂടിയേ തീരൂ. ഇതിനായിട്ട് ഏറ്റവും നല്ല സ്രോതസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺ എക്സ്പോഷറാണ്. രാവിലെ 10 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള കടുത്ത വെയിൽ കൊള്ളുക, അത് തന്നെയാണ് പ്രൈം സോഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ അകത്ത് നിന്ന് വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ വൈറ്റമിൻ ഡി കിട്ടാറുള്ളൂ. അതിനായി നമുക്ക് എഗ് യോക്ക്, ചീസ്, വെയിലത്ത് വളരുന്ന മഷ്റൂം ഇവയെ ആശ്രയിക്കാം. എന്നിരുന്നാലും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് സ്മൂത്തായി നടക്കില്ല. അടുത്ത എലിമെൻറ്റ് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം കാണുന്നത് നമ്മുടെ മത്തി, അയല, ട്യൂണ, സാൽമൺ പോലത്തെ മീനുകളിലാണ്. ശരീരത്തിലെ നീർക്കെട്ട് കുറക്കാനും തൈറോയ്ഡ് ഹോർമോൺസ് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്ത് ബാലൻസ് ചെയ്യാനും സഹായകമാകുന്നു. അടുത്ത എലിമെൻറ്റ് വൈറ്റമിൻ B6 ആണ്. ഇത് ബീഫ് ലിവർ, ബട്ടർ ഫ്രൂട്ട്, ബനാന, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇമ്മീഡിയറ്റ് എനർജി സോഴ്സസ് ആയിട്ട് അറിയപ്പെടുന്നു. അടുത്ത എലിമെൻറ്റ് ലീഫി ഗ്രീൻസ് ആണ്. ധാരാളം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനായി നമുക്ക് മുരിങ്ങയില, സ്പിനച്ച് അഥവാ പാലക് ചീരയെ ആശ്രയിക്കാം. ഇതിൽ പ്ലെൻറ്റി ഓഫ് അയൺ അടങ്ങിയിരിക്കുന്നു. തൈറോയ്ഡ് ഫങ്ഷൻസ് സ്മൂത്തായി നടക്കാനും ശരീരത്തിലെ നീർക്കെട്ട് ഗണ്യമായി കുറക്കാനും ഈ വെജിറ്റബിൾസ് സഹായിക്കുന്നുണ്ട്. അടുത്തത് റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ഗോയിട്രജൻസ് ആയിട്ട് അറിയപ്പെടുന്ന കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്
ഇവ സാലഡ് രൂപത്തിൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മോഡറേറ്റ് എമൗണ്ട്സിൽ കുക്ക് ചെയ്ത് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഗട്ട് ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കാം. അതിൽ പ്രധാനമായും വരുന്നത് പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സിൻ്റെ ഉപയോഗം. അതിൽ പ്രോബയോട്ടിക്സ് എന്ന് അറിയപ്പെടുന്നത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ്, തൈര്, മോര്, യോഗേർട്ട്. ഇവ ഗട്ട് ഹെൽത്തിൻ്റെ ഫങ്ഷൻസ് എൻഹാൻസ് ചെയ്യാറുണ്ട്. അതേപോലെ പ്രീബയോട്ടിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീബയോട്ടിക്സിൽ ഉൾപ്പെടുന്നത് സോളിബിൾ ഫൈബർ കൂടുതൽ അടങ്ങിയ ഫുഡുകൾ. അതിൽ പ്രധാനമായും ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, കാമ്പ്, കൂമ്പ്, കായ, മധുരക്കിഴങ്ങ്, അത്തിപ്പഴം, ഉലുവ, പേരക്ക, ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ സോളിബിൾ ഫൈബർ അടങ്ങിയതാണ്. ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ ഉൾപ്പെടുത്തുക. അതേപോലെ പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റിൻ്റെ ഉപയോഗം അല്പം കൂട്ടാം. ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്ന കുർസെറ്റിൻ അടങ്ങിയ ആപ്പിൾ, സവാള റോ ഫോമിൽ നമുക്ക് ഉൾപ്പെടുത്താം. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, പപ്പായ, മാങ്ങ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുവർ മാൻസ് കാൽഷ്യം എന്നറിയപ്പെടുന്ന നമ്മുടെ മുത്താറി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൈറോയിഡ് പേഷ്യൻസ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അവരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അതുമാത്രമല്ല, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായും കാണാറുണ്ട്. തൈറോയിഡ് മെഡിസിൻസ് കഴിക്കുന്നവർ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമേ സ്റ്റിമുലൻസ് ആയ ടീ, കോഫി കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കോഫി ഡയറക്റ്റ്ലി തൈറോയിഡ് ഹോർമോൺസിൻ്റെ അബ്സോർപ്ഷൻ തടയാറുണ്ട്. വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഭക്ഷണത്തിന് ശേഷമുള്ള ഓരോ 15 മിനിറ്റിലും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാനായി ശ്രദ്ധിക്കുക. അടുത്തതായി ലിവർ ഹെൽത്ത് മെയിൻ്റെനൻസ്. നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തതുപോലെ തന്നെ ലിവർ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോൺ T4 ആക്റ്റീവ് ഫോമായ T3 ആയി കൺവേർഷൻ നടക്കുന്നത് ലിവറിൽ വെച്ചാണ്. തൈറോയ്ഡ് ഹോർമോൺസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ലിവർ ഹെൽത്ത് നല്ലതായിരിക്കണം. അല്ലാത്ത പക്ഷം ഫാറ്റ് മെറ്റബോളിസം തകരാറിലാവുകയും തത്ഫലമായി ലിക്വിഡ് പ്രൊഫൈലിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ HDL കുറയുകയും ട്രൈഗ്ലിസറൈഡ് ഉയരുകയും അതിൻ്റെ ഫലമായി കൊളസ്ട്രോൾ കൂടുകയും ഫാറ്റി ലിവർ ഗ്രേഡ്സ് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. ഷുഗർ മെറ്റബോളിസം എഫക്റ്റഡ് ആകുമ്പോൾ ഇൻസുലിൻ സ്പൈക്സ് രൂക്ഷമാവാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് പല തലത്തിൽ എഫക്റ്റ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ അവസ്ഥ സ്ത്രീകളിൽ ക്രമേണ ഓവറീസ് എഫക്റ്റഡ് ആവും. ഈ ഓവറീസ് എഫക്റ്റഡ് ആകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ അഥവാ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഈസ്ട്രജൻ ഡോമിനൻസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ഹെവി ബ്ലീഡിംഗ്, ഫൈബ്രോയിഡ്സ്, മൂഡ് സ്വിങ്സ്, PCOD എന്നിവ ഉണ്ടാകുന്നു. ഒരു വ്യക്തിക്ക് ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ അയാളുടെ ഫേസ് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ മുഖത്തുള്ള ഡാർക്ക് പിഗ്മെൻറ്റേഷൻ പാച്ചസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. തൈറോയ്ഡ് പേഷ്യൻസ് T3, T4, TSH തൈറോയ്ഡ് ആൻറ്റിബോഡി ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ റിവേഴ്സ് T3 എന്നൊരു ഫാക്ടറും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ഇൻഫ്ലെയിംഡ് ആണോ നല്ല കണ്ടീഷനിലാണോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അൺകൺട്രോൾഡ് സ്ട്രെസ് ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം നമ്മൾ സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തുള്ള കോർട്ടിസോളിൻ്റെ അളവ് ക്രമാതീതമായി കൂടും. ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ഉണ്ടാക്കും. ഇങ്ങനെ നീർക്കെട്ട് കൂടിക്കൂടി വരുമ്പോൾ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റഡ് ആവും. അതുകൊണ്ട് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക്, മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക്, പ്രാണായാമ എന്നിവ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തതായി മോഡറേറ്റ് എക്സസൈസിൻ്റെ പ്രാധാന്യം. തൈറോയ്ഡ് പേഷ്യൻസിന് ഹെവി എക്സസൈസ് പറ്റുന്നതായിരിക്കില്ല. അവർക്ക് സ്ക്വാറ്റ്സ്, പ്ലാങ്ക് എക്സസൈസ്, കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്, പിന്നെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന യോഗ, ഡാൻസ് പോലത്തെ എക്സസൈസാണ് തൈറോയ്ഡ് പേഷ്യൻസിന് കൂടുതൽ നല്ലത്. അടുത്തതായി ഉറക്കത്തിൻ്റെ പ്രാധാന്യം. എല്ലാ ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഹോമിയോപ്പതിയിൽ ലിവർ ഡീടോക്സിഫിക്കേഷനും ഗട്ട് റീസെറ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഡെഫിഷ്യൻസി ന്യൂട്രലൈസ് ചെയ്യാനും ഉതകുന്ന ഫലപ്രദമായ ഹോമിയോപ്പതിക് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഒരു വ്യക്തിയുടെ തല മുതൽ പാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചെടുത്ത് സമ്മറൈസ് ചെയ്ത് ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുകയും അവരുടെ ജീവിതശൈലി പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കണ്ടീഷൻസ് ഒക്കെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്.